അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ടും എന്നോട് വന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് എന്താണ് ഇതിൻ്റെ കാര്യമെന്ന്. അപ്പം എനിക്ക് ചേരണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ സാറ് എന്നോട് ഇപ്പോൾ വന്നിട്ടുണ്ട് സാറിവിടെ. സാറും സാറുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടിയാണ് എനിക്ക് പ്ലാൻ പറഞ്ഞു തന്നത്. അപ്പം അങ്ങനെ പ്ലാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ നിന്നാണ്, പറയാൻ പാടില്ല എന്നാണ്. പക്ഷെ റോട്ടിൽ നിന്നിട്ടാണ് പ്ലാൻ പ്രസന്റേഷൻ എനിക്ക് പറഞ്ഞത്, കാരണം എൻ്റെ സാഹചര്യം അനുസരിച്ചായതുകൊണ്ട്. അപ്പം അങ്ങനെ പറയുകയും ചെയ്ത്. പിന്നെ അത് മാത്രമല്ല, അപ്പം തന്നെ പിറ്റേ ദിവസം എന്നോട് ഇങ്ങനെ ഇത് പറയുകയും ചെയ്ത്. 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ 100 സെയിൽസ് വോളിയത്തിൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് എന്ത് പറഞ്ഞാൽ ഇപ്പം ഞാൻ നമുക്ക് ആദ്യം പടി ഭയങ്കര പേടിയായിരിക്കും, കാരണം ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ പൊരുതി നേടി ഇവിടെ വരുന്നത്. അതായത് സെൽഫ് എക്സിക്യൂട്ടീവ് അത് വന്നപ്പോൾ തന്നെ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് എന്ന് പറയാനായിട്ട് എനിക്ക് സപ്പോർട്ടില്ല, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് ഭയങ്കര പേടി. കാരണം ഹസ്ബൻഡ് ആണെങ്കിലും അതായതിന് എതിർപ്പായിരുന്നു. എന്നാലും എൻ്റെ ഇതുകൊണ്ട് ഞാൻ കൂടുതൽ എന്തായാലും പോരണം എന്നുള്ള സാഹചര്യത്തിൽ വന്ന് ഇതിൽ 2ാം ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന ഇതിലേക്ക് വന്ന് ഇപ്പം നിൽക്കണയാണ് ഞാൻ. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ഒരു റാങ്ക് മേടിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ അടുത്താണ് ഞാനത് മേടിച്ചിരിക്കുന്നത്. അന്ന് ഇവിടെ വന്ന് പറഞ്ഞ് പോയ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ റാങ്ക് മേടിച്ചത്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എൻ്റെ ആഗ്രഹം 13 റാങ്കും അച്ചീവ് ചെയ്യണം തന്നെയാണ്. അപ്പം അതിന് നിശ്ചയത്തോടു കൂടി അതുപോലെ തന്നെ എൻ്റെ കൂടെ വരുന്ന താഴെയുള്ള പാർട്ട്നേഴ്സിനെ ഞാൻ എൻ്റെ 13 റാങ്കിലേക്കും എത്തിക്കുന്നുള്ള ഉറപ്പിലൂടെയാണ് ഞാൻ പോയിരുന്നത്. അപ്പം അതിലെല്ലാവരും എൻ്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം കുറച്ച് പേടി പോലെ തോന്നുന്നുണ്ട് ഇപ്പം. എന്നാലും താങ്ക് യു.